നമ്മളോടൊപ്പം അതിഥികൾ ചേരുന്നുണ്ട്. കോൺഗ്രസിൽ നിന്ന് അഡ്വക്കേറ്റ് അബിൻ വർക്കിയും BJP-യിൽ നിന്ന് ശ്രീ സന്ദീപ് വാര്യരും തത്സമയം നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. അല്പസമയത്തിനകം CPM-ൽ നിന്ന് ശ്രീ SK സജീഷ് കൂടി നമ്മളോടൊപ്പം ചേരും. ആദ്യം അബിൻ വർക്കിയിലേക്ക്. അബിൻ, കോൺഗ്രസിന്റെ പ്രതിപക്ഷത്തിന്റെ ഏറ്റവും വലിയ പരാതി ആദ്യഘട്ടത്തിൽ തന്നെ വരുന്നത് ഇതൊരു രാഷ്ട്രീയ പ്രസംഗമാണ്. പ്രതിപക്ഷത്തെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള രാഷ്ട്രീയ വിമർശനം ഉന്നയിക്കാൻ ബജറ്റ് പ്രസംഗത്തെ ദുരുപയോഗം ചെയ്തു. രാഷ്ട്രീയ ലക്ഷ്യം മുന്നോട്ട് വെച്ചുള്ള പ്രഖ്യാപനത്തിലൂടെ ബജറ്റിന്റെ ഒരു പവിത്രതയെ തന്നെ ഇല്ലാതാക്കി തുടങ്ങിയ വിമർശനമാണ് ഉന്നയിക്കുന്നത്. ശരി, അത് രാഷ്ട്രീയം. ഈ ബജറ്റിലൂടെ മുന്നോട്ട് വെക്കുന്ന കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതിയെ പ്രതിപക്ഷം എങ്ങനെ നോക്കിക്കാണുന്നു? അതായത് മാധു, ഇപ്പോൾ നിങ്ങളൊക്കെ പറഞ്ഞതുപോലെ തന്നെ, നിങ്ങളുടെ റിപ്പോർട്ടറും പറഞ്ഞതുപോലെ തന്നെ, ഈ കുറേയധികം പദ്ധതികൾ വിഭാവനം ചെയ്ത് ഇതൊക്കെ നടപ്പിലാക്കുമെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പണം എവിടെ നിന്ന് വരും എന്നുള്ളത് കൂടി പറയണമല്ലോ. നമ്മുടെ ഈ പഞ്ചാബി ഹൗസ് സിനിമയിൽ ഈ ജനാർദ്ദനന് കൊച്ചിൻ ഹനീഫ കുറച്ച് പണം കൊടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ 25,000 രൂപ കൊടുക്കാനുണ്ട്. അപ്പോൾ കൊച്ചിൻ ഹനീഫ പറയുന്നുണ്ട്, ഈ മാസം ഞാൻ 10,000 തരും, അടുത്ത മാസം മറ്റൊരു 10,000 തരും, അതിൻ്റെ അടുത്ത മാസം 10,000 തരും. അപ്പോൾ സാബ് എനിക്കൊരു 5,000 രൂപ ഇങ്ങോട്ട് തരാണ്ട്, അത് എപ്പോൾ തരും എന്ന് ചോദിച്ച പോലെയാണ് ബാലഗോപാലിൻ്റെ ഈ ബഡ്ജറ്റ്. സത്യം പറഞ്ഞാൽ പണമില്ല കയ്യിൽ, പക്ഷേ പെൻഷൻ ഞങ്ങൾ കൊടുക്കും. എവിടെ നിന്ന് കൊടുക്കും? അതിനുള്ള അധിക വരുമാനം ഈ ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ടോ? 1069 കോടിയാണ് എല്ലാ സെസ്സും പിരിച്ച്, എല്ലാ ടാക്സും പിരിച്ച്, എല്ലാ അധിക നികുതികളും ഉണ്ടായി, കോട്ട് ഫീസ് സ്റ്റാമ്പിൻ്റെ വില വർദ്ധിപ്പിച്ച്, മറ്റെല്ലാത്തിനെയും വില വർദ്ധിപ്പിച്ചിട്ട് ഈ സർക്കാർ ഉണ്ടാക്കാൻ പോകുന്നത് 1000 കോടി രൂപയാണ്. ഈ 1000 കോടി രൂപയും കൊണ്ട് ഈ പെൻഷൻ്റെ കുടിശ്ശികയെങ്കിലും കൊടുത്തു തീർക്കാൻ സാധിക്കുമോ? അത് കൊടുത്തു തീർത്തിട്ട് വേണ്ടേ? ഇപ്പോൾ കാരുണ്യ ബെനവലൻ്റ് ഫണ്ട് 1300 കോടി രൂപ കാരുണ്യ പദ്ധതിക്ക് കൊടുക്കാനുണ്ട്. ആകെ വകയിരുത്തിയിരിക്കുന്നത് 650 കോടി രൂപ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ കൊല്ലത്തെ കുടിശ്ശിക പോലും കൊടുത്തു തീർക്കാനായിട്ടില്ല. ആവാൻ പറ്റുന്ന രീതിയിൽ ഈ ബഡ്ജറ്റ് വിഭാവനം ചെയ്തിട്ടില്ല എന്നുള്ളത് വ്യക്തമാണ്. ഇനി സപ്ലൈകോ ഈ 10 കോടി രൂപ കൊടുത്താൽ എൻ്റെ പൊന്നു മാധു, ഈ ഒരു ജില്ലയിലെങ്കിലും അത് തികയോ? അത് ഈ കേരളത്തിലെ പൊതുജനങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ എവിടെ നിന്നാണ് ഈ സപ്ലൈകോയിലെ പ്രശ്നങ്ങൾ തീർക്കാൻ പോകുന്നത്? ഇപ്പോൾ റബ്ബറിന് താങ്ങൂല കാർഷിക മേഖലയ്ക്ക്, അതാ വലിയൊരു പ്രഖ്യാപനം. റബ്ബറിന് 170-ൽ നിന്ന് 180 ആക്കി, 10 രൂപ വർദ്ധിപ്പിച്ചു. ഈ കഴിഞ്ഞ കൊല്ലത്തെ ഒരു കൊല്ലത്തെ റബ്ബറിൻ്റെ സബ്സിഡി കൊടുക്കാൻ കിടക്കുകയാണ്. അത് കൊടുക്കാതെ ചുമ്മാ 180 പ്രഖ്യാപിച്ച് നാളെ ഞങ്ങളത് കൊടുക്കും എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇങ്ങനെ ഓരോ ഘട്ടത്തിലും ഈ കഴിഞ്ഞ കൊല്ലത്തെ പ്ലാൻ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് 55%. അതായത് മൊത്തത്തിൽ ബഡ്ജറ്റ് വിഭാവനം ചെയ്ത പ്ലാനിൽ 55% മാത്രമാണ് വിനിയോഗിച്ചിട്ടുള്ളത്. ഇപ്പം ലൈഫ് മിഷന് ഈ കൊല്ലവും ഒരുപാട് പണം കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. 717 കോടി രൂപയാണ് കഴിഞ്ഞ കൊല്ലം ലൈഫ് മിഷന് വേണ്ടി വിഭാവനം ചെയ്തത്. ആകെ ചിലവാക്കിയത് എത്രയാണ്? 3.76%. അതായത് ഏതാണ്ട് 40 കോടിക്ക് അടുത്ത് മാത്രമാണ് ലൈഫ് മിഷന് ചിലവാക്കിയത്. ഈ കൊല്ലം കൂടുതൽ വിഭാവനം ചെയ്യുന്നു. പിന്നെ എന്താണ് ഇവർ പറയുന്ന പദ്ധതികൾ? ഇപ്പോൾ ട്രൈബൽ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള പുതിയ സ്റ്റാർട്ടപ്പ് കേന്ദ്ര പദ്ധതിയാണ്. വിഴിഞ്ഞം പദ്ധതി വന്നപ്പോൾ 6000 കോടി രൂപയുടെ അഴിമതി UDF കാണിച്ചു എന്ന് പറയുന്ന വിഴിഞ്ഞമാണ് ഈ ബഡ്ജറ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. അതിനുവേണ്ടിയാണ് പണം മുടക്കിയെന്ന് പറയുന്നത്. അതാണ് ഇതിൻ്റെ ഈ സർക്കാരിൻ്റെ പൈലറ്റ് പ്രൊജക്റ്റായി പറയുന്നത്. അപ്പോൾ അതിലെ കാപ്പട്ടി നമ്മൾ തിരിച്ചറിയണ്ടേ? കൊച്ചിൻ മെട്രോയ്ക്ക് വേണ്ടി ഇവർ എന്ത് ചെയ്യുമെന്നായി പറയുന്നത്? വാട്ടർ മെട്രോയൊക്കെ നേരത്തെ വന്നതാണ്. അതായത് ടോട്ടലി നോക്കിയാൽ ഈ കേരളത്തിലെ ജനങ്ങൾക്ക് പക്ഷെ അതിനുവേണ്ടി വിഹിതം മാറ്റിവെച്ചിട്ടില്ല. അതായത് വന്നേക്കും എന്ന, അല്ലെങ്കിൽ വരാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് എന്നൊരു പ്രഖ്യാപനത്തിന് അപ്പുറത്ത് കാണേണ്ടതുണ്ടോ? അല്ല, അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നമാണ്. എന്താണ്? ഈ കോഴിക്കോടും തിരുവനന്തപുരത്തും ലൈറ്റ് മെട്രോ വിഭാവനം ചെയ്ത് അതിൻ്റെ പദ്ധതി പൂർത്തീകരിച്ച് അതിൻ്റെ പ്ലാനും എസ്റ്റേറ്റും പൂർത്തീകരിച്ചിട്ടാണ് ഉമ്മൻചാണ്ടി ഭരണം ഒഴിഞ്ഞു പോയത്. ആ ലൈറ്റ് മെട്രോ കയറിയ വഴി അത് വേണ്ട എന്ന് തീരുമാനിച്ചു. ആ ലൈറ്റ് മെട്രോ അന്ന് തീരുമാനിച്ചിരുന്നെങ്കിൽ ഇന്ന് കോഴിക്കോടും തിരുവനന്തപുരത്തും ലൈറ്റ് മെട്രോയിലൂടെ ജനങ്ങൾക്ക്, മാധു അടക്കമുള്ളവർക്ക് കഴക്കൂട്ട് നിന്ന് സിറ്റിയിലേക്ക് താങ്കളുടെ ഓഫീസിലേക്ക് യാത്ര ചെയ്യാമായിരുന്നു. പക്ഷേ അത് യാത്ര ചെയ്യാനാവാത്ത കാരണം എന്താണ്? ഈ LDF സർക്കാർ അത് വേണ്ട എന്ന് വെച്ചു. ഇനിയിപ്പോൾ പുതിയൊരു പദ്ധതി, ഇപ്പോൾ കേരളയിൽ അത് വേണ്ട എന്നും അത് നടപ്പിലാക്കില്ല എന്നും കേന്ദ്ര സർക്കാരും ബാക്കി എല്ലാവരും പ്രഖ്യാപിച്ചു കഴിഞ്ഞു. പക്ഷെ കേരളത്തിന് വേണ്ടി വീണ്ടും പ്രഖ്യാപനം വരികയാണ്. കോഴിക്കോടും അതുപോലെ തന്നെ തിരുവനന്തപുരത്തും പുതിയ മെട്രോ വരുമെന്ന് പറയുകയാണ്. ആദ്യം സാധാരണക്കാരൻ്റെ പെൻഷൻ കൊടുത്തിട്ട്, ശമ്പളം കൊടുത്തിട്ട്, ഉച്ചഭക്ഷണത്തിന് പണം കൊടുത്തിട്ട്, ആ കേരള ഹൗസിലെ പാല് കൊടുത്തിട്ട്, ഇവിടെ ആ ട്രഷറി ബാൻ 5 ലക്ഷത്തിൽ നിന്നൊന്ന് മാറ്റിയിട്ട് വേണ്ടേ ഈ മെട്രോ വരുമെന്നൊക്കെ പറഞ്ഞ് ഈ നാട്ടുകാരെ പറ്റിക്കാൻ? ഇത് സമ്പൂർണ്ണമായി പരാജയപ്പെട്ട ഒരു സർക്കാരിന്റെ ജനപ്രതിനിധിയുടെ മൂർത്താവിൽ നിൽക്കുമ്പോൾ ശ്രീ സന്ദീപ് വാര്യർ, കേരളം തകരില്ല, കേരളം തളരില്ല, കേരളത്തെ തകർക്കാനാകില്ല എന്നുള്ളതാണ് പ്രഖ്യാപനം. കേരളത്തെ തകർക്കാനും തളർത്താനും ഒക്കെ നോക്കുന്നത് കേന്ദ്രമാണ് എന്ന് ആവർത്തിച്ചു പറയുന്നുണ്ട്.
ധനമന്ത്രി. മാത്രമല്ല, അങ്ങനെ വരിഞ്ഞു മുറുക്കാൻ ശ്രമിച്ചാൽ കേരളത്തിനൊരു പ്ലാൻ ബി ഉണ്ടാകും എന്നതടക്കമുള്ള പ്രഖ്യാപനങ്ങളുമുണ്ട്. എന്തായിരിക്കും കേരളത്തിന്റെ ഈ പ്ലാൻ ബി? നിങ്ങൾക്ക് ഈ തകർക്കാനും തളർത്താനുമുള്ള ശ്രമം ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? ഇത് ഒരു ബജറ്റ് പ്രസംഗം എന്നതിലുപരി ഒരു പൊളിറ്റിക്കൽ റെട്ടറിക് എന്ന് മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ. ഈ പ്ലാൻ ബി എന്താണെന്നുള്ളത് ബാലഗോപാലിനോട് തന്നെ ചോദിക്കണം. പുത്തരിക്കണ്ടം പതനത്തിലൂടെ 2 റൗണ്ട് ഓടുക എന്നുള്ളതാണോ പ്ലാൻ ബി? അതോ മഹീന്ദ്ര രാജപക്സെ കൊളംബോയിൽ ചെയ്തതുപോലെ ഈ ധനകാര്യ സ്ഥിതിയൊക്കെ മോശമായി കഴിഞ്ഞാൽ ജനങ്ങൾ മുഴുവൻ ഈ നിയമസഭയ്ക്കകത്തേക്കോ മുഖ്യമന്ത്രിയുടെ വീട്ടകത്തേക്കോ ഇരച്ചു കയറി കഴിഞ്ഞാൽ വിഴിഞ്ഞം തുറമുഖം വഴിക്കോ അല്ലെങ്കിൽ എയർപോർട്ട് വഴിക്കോ രക്ഷപ്പെടുക എന്നുള്ളതാണോ ആ പ്ലാൻ ബി എന്നുള്ളതിനെ കുറിച്ച് പറയേണ്ടത് ബാലഗോപാൽ തന്നെയാണ്. ഇവിടെ അദ്ദേഹം അടക്കമുള്ള CPM-ന്റെ മന്ത്രിമാർ, മുൻ ധനകാര്യമന്ത്രി അടക്കമുള്ളവർ ചെയ്തു വെച്ച പാപഭാരം അത് കേന്ദ്രത്തിന്റെ തലയിലേക്കിട്ട് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ സാധിക്കുമോ എന്നുള്ള പരിശ്രമമാണ് കുറെ കാലമായി നടത്തിക്കൊണ്ടിരിക്കുന്നത്. നോക്കിപ്പോൾ പറയുന്നത് എന്താ? സുപ്രീം കോടതിയിൽ കേസ് കൊടുത്തു എന്ന് പറയുന്നുണ്ട്. സുപ്രീം കോടതിയിൽ എന്തായാലും സബ്ജുഡീസ് ആയിട്ടുള്ള വിഷയമാണ്. സുപ്രീം കോടതിയിലെ കേസിലെ പ്രയർ എന്താണെന്നുള്ളത് മാതൃഭൂമിയുടെ സുപ്രീം കോടതി ലേഖൻ ശ്രീ ബാലഗോപാൽ തന്നെ മാതൃഭൂമിയിലൂടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിലെന്താ പ്രയർ ഉള്ളത്? ആകെ ഒരൊറ്റ കാര്യത്തിൽ സുപ്രീം കോടതിയിൽ ഒരു പ്രയർ കൊടുത്തിട്ടുള്ളൂ. ഇവർ പറയുന്ന 57,000 കോടി രൂപയുടെ കഥയൊന്നും സുപ്രീം കോടതി പോയിട്ട് പറഞ്ഞിട്ടേ ഇല്ല. കടമെടുക്കൽ പരിധി സംബന്ധിച്ചിട്ടുള്ള അവരെ നിയമവുമായി ബന്ധപ്പെട്ട ഒരു ആക്ഷേപം മാത്രമാണ് സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളത്. പക്ഷെ കേരളത്തിലെ ജനങ്ങൾക്ക് മുന്നിൽ പറയുന്നത് അതാ, ഞങ്ങൾ കേന്ദ്രത്തിന്റെ അനീതിക്കെതിരെ, കേന്ദ്രം ഞങ്ങളെ ഞെക്കി പിഴിയുന്നതിനെതിരെ സുപ്രീം കോടതിയിൽ പോയി. സുപ്രീം കോടതിയിൽ ആകെ പറഞ്ഞിട്ടുള്ള കാര്യം എന്താ? ആ പ്രയർ എന്താ? അത് ബാലഗോപാലിന്റെ റിപ്പോർട്ടുണ്ട്. അത് മാധു കണ്ടിട്ടുണ്ടാവുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇവിടെ കേന്ദ്ര സർക്കാർ കേരളത്തെ ഞെക്കിക്കൊല്ലുന്നു എന്നുള്ള ഇവരുടെ മുദ്രാവാക്യം. അതാ പറഞ്ഞത്, 57,000 കോടിയുടെ കഥ സുപ്രീം കോടതി പറഞ്ഞിട്ടില്ല. ഇവിടെ പറയുന്നത് 57,000 കോടിയുടെ കഥയാണല്ലോ. അത് സുപ്രീം കോടതി പോയി പറയാൻ അവർക്ക് ധൈര്യമില്ല. ആകെ പറഞ്ഞിട്ടുള്ളത് കടമെടുപ്പ് സംബന്ധിച്ച നിയമത്തിൽ ആ നിയമം സംസ്ഥാന സർക്കാരിന്റെ അധികാരങ്ങളെ ബാധിക്കുന്നു. അത് വിശാലമായ കോൺസ്റ്റിറ്റ്യൂഷൻ ബെഞ്ച് പരിഗണിക്കേണ്ട വിഷയമാണ്. അടുത്ത കാലത്തൊന്നും തീരുമാനമാകില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് ഇവർ കോടതിയിൽ പോയിട്ടുള്ളത്. അതിനൊരു ഇന്ററിം ഓർഡർ വേണമെന്നാണ് ആവശ്യപ്പെട്ടത്. അത് സംബന്ധിച്ച് പോലും അടുത്ത ദിവസം വിധി വരാനിരിക്കുന്നതേ ഉള്ളൂ. അതിനു മുമ്പ് തന്നെ ജുഡീഷ്യറിയെ വിശ്വാസമില്ലാതെ ഒരു സമരം പോയി നടത്തുകയാണ് ജന്തർ മന്ദറിൽ. എന്തിനാണ് എന്നുള്ളത് അവർ തന്നെയാണ് വിശദീകരിക്കേണ്ടത്. ഞാൻ പറയുന്നത് സംസ്ഥാനം രക്ഷപ്പെടണമെങ്കിൽ കോടതിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിലെ പൊള്ളത്തരം എന്ന് വിശേഷിപ്പിക്കുന്ന തരത്തിൽ ഇന്ന് ധനമന്ത്രി ബാലഗോപാൽ ചില കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. അടിസ്ഥാന, അതായത് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റിൽ 1.1% മാത്രമാണ് നിക്ഷേപം എന്ന് കേന്ദ്രം സുപ്രീം കോടതിയിൽ പറഞ്ഞിരിക്കുന്നു. അങ്ങനെയല്ല. RBIയുടെ കണക്കനുസരിച്ച് കേരളമാണ് ഏറ്റവും കൂടുതൽ അടിസ്ഥാന മൂലധന നിക്ഷേപം നടത്തുന്ന ഒരു സംസ്ഥാനം എന്നുള്ളതാണ് വസ്തുത എന്ന് പറയുന്നത്. അത് കേന്ദ്രം പോയി സുപ്രീം കോടതിയിൽ പറയുന്നതും കള്ളമാണെന്ന്. ഈ ബജറ്റിൽ പോലും ഏതാണ്ട് 36,000 കോടിയുടെ അടിസ്ഥാന നിക്ഷേപം, അടിസ്ഥാന സൗകര്യ വികസന രംഗത്തെ നിക്ഷേപത്തിന്റെ കണക്ക് പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ കേന്ദ്രം വരിഞ്ഞു മുറുക്കുന്നു എന്ന് പറയുമ്പോൾ കേന്ദ്രം കള്ളം കൂടി പറയുന്നു നമ്മുടെ സാമ്പത്തിക വ്യവസ്ഥയെ പറ്റി എന്നാണ്. അല്ല, കേന്ദ്രം കള്ളം പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും കോടിക്കണക്കിന് രൂപ സർക്കാരിന്റെ ഖജനാവിൽ നിന്ന് ചെലവാക്കിയിട്ട് ഇവർ കേസ് വാദിക്കുന്നുണ്ടല്ലോ. ആ കേസ് വാദിക്കുന്ന സമയത്ത് സുപ്രീം കോടതിയിൽ പോയി കേന്ദ്രം പറയുന്നത് തെറ്റാണെന്ന് പറയട്ടെ. കേന്ദ്രം വെറുതെ പറയുകയല്ലോ. കേരളത്തിന്റെ ഇവിടുത്തെ പല വിധത്തിലുള്ള പഠനങ്ങൾ, പ്രത്യേകിച്ച് ഇവിടുത്തെ എക്കണോമിക് എക്സ്പെൻഡിച്ചർ റിവ്യൂ കമ്മിറ്റിയുടെ റിപ്പോർട്ട് അടക്കം, കേരളം തന്നെ പുറത്തിറക്കിയിട്ടുള്ള ധവളപത്രം അടക്കമുള്ള രേഖകളിൽ, ആധികാരികമായ രേഖകളിൽ, കേരള സർക്കാർ തന്നെ പുറത്തിറക്കിയ രേഖകൾ പ്രകാരമാണല്ലോ കേന്ദ്രം സുപ്രീം കോടതി പോയിട്ട് ഇത്തരം കാര്യങ്ങൾ പറഞ്ഞത്. അതവിടെ നിൽക്കട്ടെ. ഇനി അതൊന്നും വേണ്ട. ഇപ്പൊ ധനകാര്യമന്ത്രി എന്താ കേരളത്തെക്കുറിച്ച് പറഞ്ഞത്? സൂര്യോദയം, അല്ലെ, സൺറൈസ് ആണ്. കേരളത്തിന്റെ എക്കണോമിയെ കുറിച്ച് അദ്ദേഹം പറഞ്ഞത് സൺറൈസ് എന്നുള്ളതാണ്. കുറച്ച് മാസം മുമ്പാണല്ലോ ഹൈക്കോടതിയിൽ പോയി കേരളത്തിന്റെ ചീഫ് സെക്രട്ടറി നിത്യനിദാന ചെലവുകൾക്ക് പോലും കേരളത്തിന്റെ ഖജനാവിൽ 10 നയാ പൈസ ഇല്ല എന്ന് അഫിഡവിറ്റ് എഴുതി കൊടുത്തത്. അവിടെ പോയി കേരളത്തിന്റെ ഹൈക്കോടതിയുടെ മുന്നിൽ പോയി കേരളത്തിൽ സൺറൈസ് ആണ്, എക്കണോമിക് സൺറൈസ് ആണെന്ന് പറഞ്ഞാൽ പോരായിരുന്നോ? ഇന്ന് ബാലഗോപാൽ പറഞ്ഞതുപോലെ പ്രതീക്ഷയുടെ വലിയൊരു ചീട്ട് അങ്ങോട്ട് നിരത്തി വെച്ചാൽ പോരായിരുന്നോ? അവിടെ ഹൈക്കോടതിയിലെ ജസ്റ്റിസ് എന്താ പറഞ്ഞത്? പോയിട്ട് അഫിഡവിറ്റ് തിരുത്തി വരാൻ പറഞ്ഞു. അതല്ലെങ്കിൽ സാമ്പത്തിക അടിയന്തരാവസ്ഥ കേരളത്തിൽ ഞങ്ങൾക്ക് പ്രഖ്യാപിക്കേണ്ടി വരുമെന്ന് ഹൈക്കോടതിയുടെ ജസ്റ്റിസ് പറയേണ്ട അവസ്ഥയുണ്ടായല്ലോ. അപ്പൊ അതൊക്കെ കേരളം കണ്ടിട്ടുള്ളതാണ്. ഇവിടെ നോക്കൂ, പ്രധാനപ്പെട്ട കാര്യം എന്താ? ഈ ബജറ്റുമായി ബന്ധപ്പെട്ട് നിങ്ങൾ തന്നെ പറയുന്ന വാർത്തയുടെ അടിസ്ഥാനത്തിൽ വലിയ പദ്ധതികളൊന്നും പ്രഖ്യാപിച്ചിട്ടില്ല എന്നുള്ളതാണ്. അദ്ദേഹത്തിന് ബാലഗോപാൽ പറയുന്നത് പ്രഖ്യാപിച്ച പദ്ധതികൾ നടപ്പാക്കണം, അതുകൊണ്ടാണ് പ്രഖ്യാപിക്കാത്തത് എന്നുള്ളതാണ്. അത് വാസ്തവത്തിൽ മുൻ ധനകാര്യമന്ത്രി തോമസ് ഐസക്കിനുള്ള ഒരു കൊട്ടാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. കാരണം 2016 ബജറ്റ് മുതൽ തോമസ് ഐസക്ക് പോരുന്ന വരെയുള്ള എല്ലാ ബജറ്റുകൾ
എല്ലാ ബജറ്റ് പ്രസംഗവും നിങ്ങൾ എടുത്ത് പരിശോധിക്കുക. 1000 CNG ബസ്സുകൾ KSRTC ഇറക്കുന്നു പറയുന്നുണ്ട്. നിങ്ങൾ 1000 പോയി 10 CNG ബസ് കേരളത്തിൽ കാണിക്കുക. 1000 CNG ബസ്സുകൾ KSRTCക്ക് വേണ്ടി ഇറക്കുമെന്നും 2021 KSRTC സമ്പൂർണ്ണ ലാഭത്തിലാകുമെന്നും എല്ലാ ബജറ്റ് പ്രസംഗങ്ങളും ആവർത്തിച്ചിരുന്നു. ഇവിടെ തോമസ് ഐസക് പണ്ട് BS സർക്കാരിൽ ധനകാര്യമന്ത്രിയായിരുന്ന സമയത്ത് പറഞ്ഞ ഒരു കാര്യം ഇപ്പൊ വീണ്ടും ആവർത്തിച്ചിരിക്കുക. അന്ന് ഡാമിലെ ചെളിവാരലായിരുന്നെങ്കിൽ ഇന്ന് വീണ്ടും നമ്മുടെ ഭാരതപ്പുഴ അടക്കമുള്ള പുഴകളിലെ മണലൂറ്റി വെക്കുമെന്നാണ് ഇപ്പൊ സർക്കാർ പറയുന്നത്. ഇങ്ങനെ ബജറ്റിൽ പറയാൻ തക്കവണ്ണം പാരിസ്ഥിതിക അനുമതി, ഈ മണലൊക്കെ ഊറ്റി വെക്കാനുള്ള പാരിസ്ഥിതികമായിട്ടുള്ള ഏതെങ്കിലും പഠനം കേരള സർക്കാർ നടത്തിയിട്ടുണ്ടോ? ഇവിടുത്തെ പരിസ്ഥിതി പ്രവർത്തനവുമായി സംസാരിച്ചിട്ടുണ്ടോ? അങ്ങ് പ്രഖ്യാപിക്കുകയാണ് മണലൂറ്റി വിറ്റ് പണം ഉണ്ടാക്കുന്ന അങ്ങ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അത് സംബന്ധിച്ച് എന്ത് പഠനമാണ് നടത്തിയിട്ടുള്ളത്? പ്രളയമടക്കം വന്നിട്ടുള്ള വലിയ പ്രതികൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ നമുക്കറിയാം. പ്രളയകാലം എങ്ങനെയാണ് കേരളം അഭിമുഖീകരിച്ചത് നമുക്കറിയാം. അപ്പൊ ആ പ്രളയമടക്കം 2 പ്രളയങ്ങളടക്കം കണക്കിലെടുത്തുകൊണ്ടുള്ള ഏതെങ്കിലും പഠനങ്ങൾ ഇത്തരം നദികളിൽ നിന്ന് മണലൂറ്റുമ്പോൾ കേരളം നടത്തിയിട്ടുണ്ടോ? ആ പഠനത്തിന്റെ അടിസ്ഥാനത്തിലാണോ ഞങ്ങൾ 100 കോടിയോ 200 കോടിയോ മണലൂറ്റി വിറ്റ് ഉണ്ടാക്കും? ചോദിക്കാൻ ചെയ്യാം, പക്ഷെ അത് രണ്ടാമതായി ചോദിക്കാം. ഓക്കെ പെട്ടെന്ന് മാധു ഒറ്റ മിനിറ്റ്. ഞാൻ ഒറ്റ കാര്യം പറഞ്ഞു. ഞാൻ എല്ലാം വിമർശനാത്മകമായി കാണാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ ഒറ്റ കാര്യം, കഴിഞ്ഞ ബജറ്റിൽ ബാലഗോപാൽ പ്രഖ്യാപിച്ചിരുന്നു മെയ്ക്ക് ഇൻ കേരളയ്ക്ക് 1000 കോടി രൂപ. ഇതുകൊണ്ട് കേരളത്തിൽ എന്താണ് പുതുതായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്? ഈ ബജറ്റിൽ മന്ത്രി പറയുന്നത് ഒരുപാട് പ്രധാനപ്പെട്ട വിദേശ വ്യവസായ സ്ഥാപനങ്ങൾ കേരളത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറായി വന്നത് നിങ്ങളെ ശ്രദ്ധയിൽപ്പെട്ടല്ലോ. ഏതാണ് വ്യവസായ സ്ഥാപനം? കേരളത്തിൽ എത്ര ഇൻവെസ്റ്റ്മെന്റ് വന്നു? നമ്മുടെ തമിഴ്നാടും കർണാടകയും അടക്കമുള്ള അന്യ സംസ്ഥാനങ്ങളിലടക്കം 100 കണക്കിന് കോടി രൂപയുടെ വിദേശ നിക്ഷേപം വന്നപ്പോൾ കേരളത്തിലേക്ക് ഒരു പെട്ടിക്കട തുടക്കാനെങ്കിലും ആരെങ്കിലും കടന്നു വന്നിട്ടുണ്ടോ? കേരളത്തിലെ 10 പേർക്കെങ്കിലും തൊഴിൽ കൊടുക്കുന്ന ഏതെങ്കിലും ഒരു ധനകാര്യ പുതിയ വ്യവസായ സംരംഭം വന്നിട്ടുണ്ടോ? മാനുഫാക്ചറിംഗ് സെക്ടറിൽ ജോബ് ക്രിയേറ്റ് ചെയ്യാതെ, മാനുഫാക്ചറിംഗ് സെക്ടറിൽ ഇൻവെസ്റ്റ്മെന്റ് നടക്കാതെ ഒരു നാടും രക്ഷപ്പെടില്ല എന്നുള്ളത് മനസ്സിലാക്കണം. അഗ്രിഗേറിയൻ ആയിട്ടുള്ള ഒരു എക്കണോമി ലോകത്ത് വികസിച്ചിട്ടില്ല. ശ്രീ എസ് കെ സജീഷിലേക്ക് പോവുകയാണ്. ശ്രീ എസ് കെ സജീഷ്, ഈ ബജറ്റിൽ ചൂണ്ടിക്കാണിക്കപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് സ്വകാര്യ മേഖലയ്ക്ക് എല്ലാ മേഖലകളിലും വിദ്യാഭ്യാസം, ആരോഗ്യം, കേരളത്തിൽ വലിയ പ്രക്ഷോഭങ്ങൾക്കൊക്കെ വഴിവെച്ചിട്ടുള്ള സ്വകാര്യ നിക്ഷേപ പദ്ധതികളാണ്. വിദ്യാഭ്യാസവും ആരോഗ്യവും അടക്കമുള്ള മേഖലകളിൽ സ്വകാര്യ നിക്ഷേപത്തിന് വാതിലുകൾ തുറന്നിട്ടുകൊണ്ടുള്ള പ്രഖ്യാപനങ്ങൾ കേരളത്തിലെ ഇടത് മുന്നണി നേതൃത്വം നൽകുന്ന സർക്കാരിന്റെ നയപരമായ വ്യതിയാനമാണോ? ഒരിക്കലുമല്ല. ഞാൻ ഏതായാലും ചോദ്യത്തിൽ നിന്ന് തന്നെ തുടങ്ങാമെന്ന് കരുതുകയാണ്. മറ്റു ചില കാര്യങ്ങൾ കൂടി നേരത്തെ ഇത്ര നേരം സംസാരിച്ച കാര്യങ്ങളിൽ എനിക്ക് പറയാനുണ്ട്. ഒന്ന്, സ്വകാര്യ നിക്ഷേപമാണ്. സ്വകാര്യ നിക്ഷേപം വരുന്നത് കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്ന, പുതിയ സാഹചര്യങ്ങൾ, പുതിയ അവസരങ്ങൾ സൃഷ്ടിക്കുന്നതാണ് എന്ന് പൊതുവെ അറിയാവുന്ന കാര്യമാണ്. പക്ഷേ സ്വകാര്യ നിക്ഷേപത്തെയും സ്വകാര്യവൽക്കരണത്തെയും ഒരേപോലെ കാണാൻ വേണ്ടി കഴിയരുത്. നമ്മുടെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് സ്വകാര്യവൽക്കരണമാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ സമ്പത്ത്, പൊതുമേഖല പൂർണ്ണമായും സ്വകാര്യവൽക്കരിക്കുക. കേന്ദ്ര ബജറ്റിനകത്ത് പരിശോധിച്ചാൽ നമുക്കറിയാം അവിടെ എങ്ങനെയാണ് സാമ്പത്തിക സമാഹരണം നടത്തുന്നത്. നമ്മുടെ ഓരോ സ്ഥാപനങ്ങളെയും വിൽക്കുകയാണ്. എന്നാൽ കേരളം അങ്ങനെയല്ല. നമ്മുടെ നിലവിലുള്ള പൊതുമേഖലയെ സംരക്ഷിച്ചുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഏതെങ്കിലും ഒരു പൊതുമേഖലാ സ്ഥാപനം വിൽക്കുന്ന നിലപാട് കേരള സർക്കാർ സ്വീകരിച്ചിട്ടില്ല. ഇവിടെ UDF ഭരണകാലത്ത് ഏതാണ്ട് 130 കോടിയിലധികം നഷ്ടത്തിലായിരുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഇപ്പോൾ പൊതുവായി പരിശോധിച്ചാൽ 350 കോടിയിലധികം ലാഭത്തിലേക്ക് വന്നിരിക്കുന്നുവെന്ന് കാണാൻ വേണ്ടി കഴിയും. കേന്ദ്ര സർക്കാർ പോലും കേരളത്തിൽ വിൽക്കാൻ തീരുമാനിക്കുന്ന നമ്മുടെ പേപ്പർ മിൽ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾ ഇവിടെ കേരളത്തിലെ സർക്കാർ വാങ്ങി പൊതുമേഖലയിൽ നിലനിർത്തി മുന്നോട്ട് കൊണ്ടുപോകുന്ന കാഴ്ചയും കാണാൻ വേണ്ടി കഴിയും. മറ്റത് നിക്ഷേപമാണ്. വിവിധ മേഖലയിൽ നിക്ഷേപം എത്തിച്ചേരണം. ആ നിക്ഷേപം കൊണ്ടുവരിക എന്നത് പൊതുവായി തന്നെ എല്ലാ ഘട്ടത്തിലും സ്വീകരിച്ച നിലപാടാണ്. അത് 1957 ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് VMSന്റെ നേതൃത്വത്തിൽ അധികാരത്തിൽ വരുമ്പോൾ അവിടെയും നിക്ഷേപ സമാഹരണം നടത്തിയിട്ടുണ്ട്. മാവൂർ ഗോളിയോറൻസ് ഉൾപ്പെടെയുള്ള സ്വകാര്യ നിക്ഷേപങ്ങൾ നടത്തിക്കൊണ്ട് തൊഴിലവസരങ്ങൾ, വ്യാവസായികവൽക്കരണം ഒക്കെ സൃഷ്ടിക്കാനുള്ള നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. ആ നിലപാടിൽ ഊന്നിക്കൊണ്ട് തന്നെ നിലവിലുള്ള രാജ്യത്തെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് ആ പശ്ചാത്തലത്തെ എങ്ങനെ കേരളത്തിന് അനുകൂലമായി ബദൽ സമീപനത്തിലൂടെ മാറ്റിയെടുക്കാം എന്ന് തന്നെയാണ് ബജറ്റിലൂടെയും പൊതുവായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ലക്ഷ്യം വെക്കുന്നത്. ഇവിടെ വൻകിട പദ്ധതികളും അതുപോലെ തന്നെ നമ്മുടെ നടന്നുകൊണ്ടിരിക്കുന്ന പദ്ധതികളുടെ പൂർത്തീകരണവും ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ കൂടുതൽ
നിക്ഷേപവും കൂടുതൽ മുന്നേറ്റവും ഉണ്ടാക്കാനുള്ള സാഹചര്യം. അതുപോലെ തന്നെ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ കേരളം രാജ്യത്തിലെ ഏറ്റവും മികച്ച നിലയിലേക്ക് മാറിയിട്ടുണ്ട്. അത് കൂടുതൽ മെച്ചപ്പെട്ട നിലയിലേക്ക് മാറ്റിയെടുക്കാനുള്ള ആലോചനകൾ, അതുപോലെ തന്നെ പൊതുമേഖലയുടെ സംരക്ഷണം, ക്ഷേമകാര്യങ്ങളിലാണെങ്കിൽ സാമൂഹ്യ സുരക്ഷയുടെ കാര്യത്തിൽ അത് ഉറപ്പുവരുത്തിക്കൊണ്ട് രാജ്യത്തിനാകെ മാതൃകയാവുന്ന രീതിയിൽ 68 ലക്ഷം പേർക്കാണ് കേരളത്തിൽ 1600 രൂപ പെൻഷൻ ലഭിക്കുന്നത്. ഇന്ത്യയിലെ മറ്റേതെങ്കിലും ഒരു സംസ്ഥാനത്ത് അങ്ങനെ ലഭിക്കുന്നു എന്ന് പറയാൻ വേണ്ടി കഴിയില്ല. അടിസ്ഥാന സൗകര്യത്തിൻ്റെ വികസനം, തൊഴിൽ സാധ്യത വർദ്ധിപ്പിക്കൽ. നമുക്കറിയാം രാജ്യത്ത് ആകെ നടക്കുന്ന PSC നിയമനം അതിൻ്റെ 42% കേരളത്തിലാണ് നടക്കുന്നത്. മറ്റെല്ലാ സംസ്ഥാനങ്ങളിൽ നടക്കുന്നതിൻ്റെ പകുതിയോളം നിയമനം കേരളത്തിൽ മാത്രം, ഈ ചെറിയ സംസ്ഥാനത്ത് മാത്രം നടക്കുന്നു എന്നത് തൊഴിൽ സൃഷ്ടിക്കാനും പൊതുമേഖലയിൽ സർക്കാർ സർവീസിൽ നൽകാനും എല്ലാം കേരളത്തിലെ സർക്കാർ സ്വീകരിക്കുന്ന നിലപാടിൻ്റെ ഭാഗമായി അത് കാണാൻ വേണ്ടി കഴിയും. വ്യവസായ പാർക്കുകൾ, അതുപോലെ തന്നെ പുതിയ തൊഴിലവസരം സൃഷ്ടിക്കാനുള്ള മറ്റ് നിലപാടുകൾ, അതുപോലെ തന്നെ അവകാശങ്ങൾ സംരക്ഷിക്കുക എന്നതും വളരെ പ്രധാനപ്പെട്ടതാണ്. ഇപ്പോൾ സർക്കാർ ജീവനക്കാരും സ്വകാര്യ മേഖലയിലെ ജീവനക്കാരും തമ്മിൽ വലിയ വ്യത്യാസമില്ലാത്ത നിലയിലേക്ക് UDF ഭരണകാലത്ത് കേരളം മാറിപ്പോയിരുന്നു. അതായത് കോൺട്രിബ്യൂട്ടറി പെൻഷൻ വന്നതോടുകൂടി. കാരണം കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന പെൻഷൻ മാത്രമാണ് ലഭിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നത്. അത് സ്വകാര്യ മേഖലയിലും സാധ്യമാണ്. പക്ഷേ ഇപ്പോൾ അത് പുനഃപരിശോധിച്ചുകൊണ്ട് മറ്റൊരു രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയും. അതിനുള്ള ആലോചനകൾ നടത്തി തീരുമാനമെടുത്ത് മുന്നോട്ട് പോകുന്ന നിലയിലേക്ക്, അവകാശങ്ങൾ സംരക്ഷിക്കുന്ന രീതിയിലേക്ക് കേരളം മുന്നോട്ട് വരുന്നു എന്ന് കാണാൻ വേണ്ടി കഴിയും. അതുപോലെ തന്നെ ഡിജിറ്റൽ രംഗത്ത്, IT രംഗത്ത് എല്ലാം ഉണ്ടായ മാറ്റം. ഇവിടെ വിമർശനം പലതും ഉന്നയിക്കുകയാണ്. IT രംഗത്തെല്ലാം രാജ്യത്തെ ഏറ്റവും വലിയ മുന്നേറ്റത്തിന് കേരളം സാക്ഷിയാവുകയാണ്. കൂടുതൽ ആഘാതമുണ്ടാകുമോ? എന്താണ് സർക്കാർ അതിനെ വിലയിരുത്തുന്നത്? അല്ല, സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളുടെ മാനേജ്മെന്റ് തന്നെയാണ് പ്രധാനം. അത് എങ്ങനെ കൈകാര്യം ചെയ്യണം? ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ കയ്യിലുള്ള അത് കോൺട്രിബ്യൂട്ടറിയായി വന്നിട്ടുള്ള പണം ഉൾപ്പെടെ സ്വീകരിച്ചുകൊണ്ട് വ്യത്യസ്തമായ രീതിയിൽ എന്താണോ അതിനനുസൃതമായ പഠനം നടത്തിയിട്ടുണ്ട്. ആ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു പുതിയ പദ്ധതിയായും ആണ് അതുമായി ബന്ധപ്പെട്ട് വരാൻ വേണ്ടി പോകുന്നത്. അതുപോലെ തന്നെ ആരോഗ്യ മേഖലയിൽ കേരളം വലിയ മുന്നേറ്റമാണ് രാജ്യത്തിനാകെ മാതൃകയായി ഉണ്ടാക്കിയിട്ടുള്ളത്. ഇപ്പോൾ ജില്ലാ ആശുപത്രിയിൽ പോലും അവയവമാറ്റ ശസ്ത്രക്രിയ നടത്താൻ കഴിയുന്ന നിലയിലേക്ക് വന്നു. നമ്മുടെ പ്രൈമറി ഹെൽത്ത് സെൻ്ററുകൾ രാജ്യത്തിലെ ഏറ്റവും മികച്ച പ്രൈമറി ഹെൽത്ത് സെൻ്ററുകൾ എന്ന നിലവാരത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ഇങ്ങനെ എല്ലാ മേഖലയിലും, വിനോദസഞ്ചാര മേഖലയിൽ ലോകം കണ്ടിരിക്കേണ്ട 52 ഡെസ്റ്റിനേഷനിൽ ഒന്നായി കേരളം തിരഞ്ഞെടുക്കപ്പെടുന്നു. ഈ നിലയിലെല്ലാമുള്ള മാറ്റമുണ്ട്. ഇവിടെ ഇവർ വിമർശനം അങ്ങനെ അങ്ങ് ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ്. സാമ്പത്തിക മേഖലയിലൊക്കെയുള്ള കാര്യങ്ങൾ വെച്ചുകൊണ്ടുള്ള വിമർശനമാണ്. ഒന്ന്, നമുക്ക് റിസർവ് ബാങ്കിൻ്റെ വാർഷിക അവലോകന റിപ്പോർട്ട് തന്നെ പരിശോധിക്കുന്നതായിരിക്കുമല്ലോ നന്നാവുക. ഇവിടെ സാമ്പത്തിക മാനേജ്മെൻറ്റിൻ്റെ കാര്യത്തിൽ വളർച്ച, സാമ്പത്തിക ഉത്തരവാദിത്വം, ഈ 2 കാര്യങ്ങളിൽ പരിശോധിച്ചാൽ, പ്രധാന അളവുകോലുകളായ ഈ 2 കാര്യങ്ങൾ പരിശോധിച്ചാൽ ഏറ്റവും മികവാർന്ന നേട്ടമാണ് കേരളം രാജ്യത്ത് കൈവരിച്ചിരിക്കുന്നതെന്ന് റിസർവ് ബാങ്കിൻ്റെ വാർഷിക അവലോകന റിപ്പോർട്ടുണ്ട്. അത് വരുന്നത് നികുതി വരുമാനത്തിനകത്ത് തനത് നികുതി സംഭാവനയായി 78.7% കേരളം നൽകുകയാണ്. എന്നാൽ രാജ്യത്തിൻ്റെ പൊതുവായ ദേശീയ ശരാശരി 65.4 ഇതെല്ലാം റിസർവ് ബാങ്കിൻ്റെ കണക്കാണ് എന്നതുകൂടി കാണേണ്ടതുണ്ട്. നികുതി പിരിച്ചെടുക്കുന്ന കാര്യത്തിലായാലും അതുപോലെ തന്നെ ചെലവ് ചുരുക്കുന്ന കാര്യത്തിലായാലും മാതൃകാപരമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് 2 കാര്യത്തിലും വർധനവുണ്ടാക്കുകയും കഴിഞ്ഞ സാമ്പത്തിക വർഷം പരിശോധിച്ചാൽ മുൻ വർഷത്തേക്കാൾ 11,000 കോടിയിലധികം രൂപ അതുവഴി സമാഹരിക്കാനും എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇതൊരു വസ്തുതയാണ്. ആ വസ്തുതയെ കാണേണ്ടതുണ്ടല്ലോ. ഇവിടെ നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ വിലക്കയറ്റത്തിൻ്റെ കാര്യം ഉൾപ്പെടെ പരിശോധിച്ചാൽ നമ്മുടെ രാജ്യത്ത് വലിയ വിലക്കയറ്റം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിൽ ആ വിലക്കയറ്റം ഏറ്റവും കുറവുള്ള സംസ്ഥാനം കേരളമാണ് എന്ന കാര്യത്തിൽ ഇവർക്ക് ആർക്കെങ്കിലും നിഷേധിക്കാൻ വേണ്ടി പറ്റുമോ? ഇവിടെ നിങ്ങൾ പരിശോധിച്ച് നോക്കൂ. രാജ്യത്തിൻ്റെ വിലക്കയറ്റത്തിൻ്റെ തോത്, ആ തോത് 5.8% നിൽക്കുന്നത്. കേരളം അത് 4.24%. 8% വിലക്കയറ്റമുള്ള സംസ്ഥാനങ്ങൾ, പണപ്പെരുപ്പമുള്ള സംസ്ഥാനങ്ങൾ ഈ രാജ്യത്തുണ്ട്. ഈ ചാർട്ട് പരിശോധിച്ചാൽ രാജ്യത്തെ മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും ഏറ്റവും കുറഞ്ഞ വിലക്കയറ്റ നിരക്ക് റിസർവ് ബാങ്കിൻ്റെ ഉൾപ്പെടെയുള്ള കണക്ക് പ്രകാരം കേരളത്തിലാണുള്ളത്. ഇങ്ങനെ ഇവർ സാമ്പത്തികമായി ഞെരുക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോഴും കേരളത്തിൻ്റെ അവകാശങ്ങൾ നിഷേധിക്കുമ്പോഴും കേരളത്തിൻ്റെ ആകെ താല്പര്യങ്ങൾ ഉയർത്തിപ്പിടിക്കാനും ജനങ്ങളുടെ ജീവിതത്തിൽ ഇവരേൽപ്പിക്കുന്ന പ്രഹരം ഏൽക്കാതിരിക്കാനുമുള്ള ഒരു പരിചയമായി നിന്നുകൊണ്ടുകൂടിയാണ് കേരളത്തിലെ ഗവൺമെന്റ് പ്രവർത്തിക്കുന്നത്. കേരളത്തോട് കേന്ദ്രം അവഗണന കാണിക്കുന്നു. വലിയ സാമ്പത്തിക ഒറ്റ വാചകം അവസാനിപ്പിക്കുകയാണ്. ഒറ്റ വാചകം. തിരികെ സ്വാഗതം ബജറ്റ് ചർച്ചയിലേക്ക്. അഡ്വക്കേറ്റ് അബിൻ വർക്കി,
കേരളത്തിന്റെ സർക്കാരിന്റെ സാമൂഹ്യക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട ടാർഗറ്റ് എന്ന് പറയുന്നത് പ്രതിമാസം 2500 രൂപ എന്നുള്ളതാണ്. ഈ 2500 രൂപയിലേക്ക് കഴിഞ്ഞ ബജറ്റിൽ വർധനവില്ല, ഈ ബജറ്റിൽ വർധനവില്ല. കഴിഞ്ഞ ബജറ്റിൽ പക്ഷേ നികുതി വർധനയുണ്ട് ഇന്ധന സെസ്സിലൂടെ. അത് ഈ വർഷം തുടരും, അതിനെപ്പറ്റി മിണ്ടിയിട്ടില്ല. പക്ഷേ ഇത് കൊടുക്കാൻ കഴിയുന്നില്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യം സർക്കാർ തന്നെ വിശദീകരിക്കുന്നുമുണ്ട്. എന്നാൽ ഒരു ബജറ്റിൽ ഉറപ്പുള്ള കാര്യങ്ങൾ പറയണമല്ലോ അല്ലേ? ഈ ബജറ്റിൽ അടുത്ത സാമ്പത്തിക വർഷം കൃത്യമായി കൊടുക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നുള്ളതാണ്. കൃത്യമായി കൊടുക്കും എന്നൊരു പ്രഖ്യാപനം പോലുമില്ല. അതായത് മാധു, ഇപ്പം ഈ ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട് ആകെ ഈ സർക്കാർ പറഞ്ഞ ഒരു സത്യം, അത് കേരളത്തിൽ ക്ഷേമ പെൻഷനുകൾ 6 മാസമായി മുടങ്ങിക്കിടക്കുകയാണ് എന്നുള്ളതാണ്. അതായത് 5 മാസം മുടങ്ങിക്കിടക്കുന്നു. ജാനുവരി വരെയുള്ള കണക്കിൽ 5 മാസം, ഇപ്പോൾ ഫെബ്രുവരിയായി, അപ്പോൾ 6 മാസമായി മുടങ്ങിക്കിടക്കുകയാണ്. ഈ ഒരു മാസം ക്ഷേമ പെൻഷനുകൾ കൊടുക്കാൻ 980 കോടി രൂപ വേണം. 980 കോടി രൂപയ്ക്ക് ഈ ബഡ്ജറ്റ് അധികമായി കണ്ടിരിക്കുന്ന വരുമാനം ആകെ ഒരു വർഷത്തേട്ട് 1000 കോടി രൂപയാണ്. അതായത് ഒരു മാസത്തെ ക്ഷേമ പെൻഷനുകൾ മൊത്തമായി കൊടുക്കാൻ പോലും പണം കണ്ടെത്താത്ത ഒരു ബഡ്ജറ്റാണ്. 6 മാസമായി മുടങ്ങിക്കിടക്കുന്ന ക്ഷേമ പെൻഷനുകൾ അടുത്ത കൊല്ലം തൊട്ട് കൂട്ടി അത് വീണ്ടും 2500 രൂപയിലേക്ക് ആക്കുമെന്ന് ഇവരുടെ പൊളിറ്റിക്കൽ മാനിഫെസ്റ്റോ തന്നെ പറയുന്നത്. അതിൽ തന്നെ ഇവരുടെ കാപ്പട്യം വളരെയധികം വെളിവാകുകയാണ്. ക്ഷേമ പെൻഷനുകൾ മുടങ്ങിക്കിടക്കുകയാണ്, കാലങ്ങളായി മുടങ്ങിക്കിടക്കുകയാണ്. സംസ്ഥാന ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ കാലം മുടക്കിക്കിടക്കുന്ന ക്ഷേമ പെൻഷനുകൾ അത് ഈ സർക്കാരിൻ്റെ കാലഘട്ടത്തിലാണ്. ഇവർ പറഞ്ഞുകൊണ്ടിരുന്ന കുറേയധികം കള്ളക്കഥകൾ, 18 മാസത്തേക്ക് UDFൻ്റെ കള്ളക്കഥകൾ കഴിഞ്ഞ ദിവസം നിയമസഭയിൽ അത് ഒരു ചീട്ടുകൊട്ടാരം പോലെ തകർന്നു വീഴുന്ന കാഴ്ചയും നമ്മൾ കണ്ടതാണ്. അത് ടോട്ടൽ പെൻഷനേഴ്സിൻ്റെ കണക്കിൽ പോലും ഇപ്പോഴും ആ ഗീബൽസ്യൻ തന്ത്രം എടുത്തുകൊണ്ടിരിക്കുകയാണ്. 68 ലക്ഷം. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഈ പെൻഷനേഴ്സ് എത്രയുണ്ട് എന്നുള്ള നിയമസഭയിലെ ചോദ്യത്തിന് 58 ലക്ഷമാണ് ആകെയുള്ളത് എന്നുള്ള കൃത്യമായ നിയമസഭയിലെ മന്ത്രിയുടെ ചോദ്യത്തിന് ഉത്തരമുണ്ട്. അത് UDFൻ്റെ കാലത്ത് 48ഉം ഇപ്പോൾ 58ഉം സ്വാഭാവികമായ വർധനയും ഉണ്ടായി എന്നുള്ളത് കഴിഞ്ഞ ദിവസത്തെ നിയമസഭയിൽ നിന്ന് വെളിവാണ്. അതൊക്കെ മറച്ചു വെച്ചുകൊണ്ട് കുറേ ഗീബൽസ്യൻ നുണകൾ മാത്രമാണ് LDF ഇവിടെ പറഞ്ഞു വരുത്താൻ ശ്രമിക്കുന്നത്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മാധു ആദ്യം ചോദിച്ചു, പക്ഷേ CPM പ്രതിനിധി അതിൽ നിന്ന് വല്ലാതെ അങ്ങ് ഒഴിഞ്ഞു മാറി. എന്താണ്? പാലായിലെ പാതിരിമാർക്കും പാലക്കാട്ടെ പട്ടന്മാർക്കും കോഴിക്കോട്ടെ കോട്ടയമാർക്കും സമസ്ത കേരള നായന്മാർക്കും വിദ്യാഭ്യാസം കച്ചവടമാക്കിയ കേരള സർക്കാർ തുലയട്ടെ. 70കളിൽ KSU തുടങ്ങി വെച്ച മുദ്രാവാക്യമാണ്. അത് ഞങ്ങൾ സമ്മതിക്കുന്നു. കാരണം എന്താ, ആ കാലഘട്ടത്തിൻ്റെ മുദ്രാവാക്യമായിരുന്നു അത്. പക്ഷേ അത് 2015-16 വരെ കൊണ്ടുനടന്ന ഒരു പ്രസ്ഥാനം ഇന്ന് കേരളത്തോട് മാപ്പ് പറഞ്ഞിട്ട് വേണം വീണ്ടും സ്വകാര്യ മേഖലയിലേക്ക്, അല്ലെങ്കിൽ വിദ്യാഭ്യാസ മേഖലയിൽ ഉൾപ്പെടെ സ്വകാര്യവൽക്കരണം, സ്വകാര്യ നിക്ഷേപം കൊണ്ടുവരാൻ എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളൂ. സ്വകാര്യ നിക്ഷേപത്തിന് ഞങ്ങൾ എതിരല്ല. പക്ഷേ ആ ശ്രീനിവാസൻ മാഷിൻ്റെ, TP ശ്രീനിവാസൻ സാറിൻ്റെ വീട്ടിൽ പോയി ഈ സജീഷ് അടക്കമുള്ള DYFIക്കാർ സാഷ്ടാംഗം അവിടെ പ്രമാണിച്ച് അവരോട് മാപ്പ് അപേക്ഷിച്ചിട്ട് വേണം ഈ സ്വകാര്യ മേഖലയിലേക്ക്, ഈ വിദേശ രാജ്യങ്ങളിൽ നിന്ന് നിക്ഷേപം കൊണ്ടുവരാൻ. സ്വകാര്യ മേഖലയ്ക്ക് പൂർണ്ണമായി തുടക്കം വെച്ചിരിക്കുന്നു, അവർക്ക് തുറന്നു കൊടുത്തിരിക്കുന്നു. ഞങ്ങൾക്ക് അതിനകത്ത് പരാതിയില്ല. പക്ഷേ CPMൻ്റെ നയവ്യതിയാനം, അത് നയവ്യതിയാനമാണ് എന്ന് സമ്മതിക്കാനുള്ള സാമാന്യ മര്യാദയെങ്കിലും CPMന് ഉണ്ടാകണം. പിന്നെ എന്താ, ഇപ്പോൾ മദ്യത്തിന് വില കൂട്ടുന്നു. എന്ത് വന്നാലും മദ്യത്തിനങ്ങ് വില കൂട്ടിയാൽ ഈ നാട് മുഴുവൻ നേരെയായി എന്നുള്ളതാണ് ഇവർ ചിന്തിക്കുന്നത്. നാട് മുഴുവൻ മദ്യ ഷാപ്പ് തുറന്നു വയ്ക്കുന്നു, നാട് മുഴുവൻ ബീവറേജ് ഷോപ്പുകൾ തുറന്നു വയ്ക്കുന്നു, നാട്ടുകാരെ കൊണ്ട് മുഴുവൻ മദ്യം കുടിപ്പിക്കുന്നു, എന്നിട്ട് മദ്യത്തിൻ്റെ വിലയും കൂട്ടുന്നു. ഇപ്പം ഈ പ്രാവശ്യം തന്നെ ഗാൽവനേജ് ഇനത്തിൽ കൂടുതൽ പിരിക്കാൻ വേണ്ടി 200 കോടി പിരിക്കാൻ വേണ്ടി സ്വാഭാവികമായും ഡിസ്റ്റിലറി നടത്തുന്നവർക്കാണ് അതിൻ്റെ അധിക ബാധ്യത വരുന്നത്. പക്ഷേ ഏതെങ്കിലും ഒരു മാനുഫാക്ചറർ അതോ സ്വയമേ തൻ്റെ ബാധ്യതയായി എടുത്ത് അവരത് എടുക്കുമോ? മറിച്ച് അവർ 1 മാസം കഴിയുമ്പോൾ ഈ മദ്യത്തിൻ്റെ വില വീണ്ടും കൂട്ടും. അങ്ങനെ കേരളത്തിൽ മദ്യത്തിൻ്റെ വില വീണ്ടും കൂടാൻ പോകുന്നു, മണൽ വാരാൻ പോകുന്നു. കേരളത്തിൽ ഈ നാട്ടിലെ പുഴകളിൽ നിന്ന്, അതുപോലെ തന്നെ ഡാമുകളിൽ നിന്ന് മണൽ വാരൽ കൂടുതൽ ഊർജിതമാക്കാൻ പോകുന്നു. പണ്ട് മണൽ വാരാൻ വേണ്ടി ഹെലികോപ്റ്ററിൽ പോയി നോക്കിയതിൻ്റെ ഒരു പദ്ധതി അന്നത്തെ ചീഫ് സെക്രട്ടറി അടക്കം ഒരു പദ്ധതി ഇട്ടതാണ്. കോടതി തട്ടിത്തെറിപ്പിച്ചു. അന്നത്തെ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുടെ ആരോപണത്തിൽ യൂട്ടേൺ അടിച്ച പദ്ധതിയാണ്. ആ പദ്ധതി വീണ്ടും കൊണ്ടുവരാൻ പോവുകയാണ്. അതായത് ഈ സാധാരണ ചില തറവാടുകൾ വിൽക്കുമ്പോൾ, ഈ തറവാടുകൾ മുടിഞ്ഞ് മുണ്ടങ്കോൽ പിടിക്കുമ്പോൾ ആ തറവാടിൻ്റെ അകത്തുള്ള എല്ലാം കഴുക്കോലടക്കം ഊരി വിൽക്കുന്ന ഒരു സമീപനം ആ തറവാട്ടുകാർ സ്വീകരിക്കാറുണ്ട്. ആ സമീപനത്തിലേക്ക് കേരളത്തിലെ CPM മാറി എന്നുള്ളതിന്റെ ഉദാഹരണമാണ് മണൽ വാരാൻ തീരുമാനിക്കുന്നു, മദ്യത്തിന്റെ വില കൂട്ടുന്നു, ഫ്ലാറ്റിൽ താമസിക്കുന്നവർ കോടതിയിൽ വില വർദ്ധിപ്പിക്കുന്നു. വിഷയം ഉന്നയിച്ചതാണ്. പാരിസ്ഥിതിക പ്രശ്നം ഉണ്ടാകില്ല. നമുക്കറിയാം 2018-ലും പിന്നീട് തുടർച്ചയായ വർഷങ്ങളിലും പ്രളയം ഉണ്ടാകുന്ന സമയത്ത് പരിസ്ഥിതിയെ കണക്കിലെടുക്കാതെ ഒരു വികസനം, എന്തെങ്കിലും ഒരു നടപടി കേരളത്തിന്റെ ഭാഗത്തു നിന്ന് ഇനി ഉണ്ടാകില്ല
എന്നത് സർക്കാർ നമ്മുടെ മുന്നിൽ വെച്ച ഒരു വാഗ്ദാനമാണ്. മണൽവാരൽ വീണ്ടും തുടങ്ങാൻ പോവുകയാണ് എന്ന് പറയുമ്പോൾ കേരളം അതിന് പര്യാപ്തമാണോ എന്ന കാര്യത്തിൽ പഠനങ്ങൾ ആവശ്യമുണ്ട്. അല്ല, തീർച്ചയായിട്ടും കേരളയിൽ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ നമ്മളത് കണ്ടതാണല്ലോ. പാരിസ്ഥിതികമായിട്ടുള്ള പഠനങ്ങളൊന്നും ചെയ്യാതെ തന്നെ കേരളത്തിൽ വലിയ തോതിലുള്ള വികസന പദ്ധതികൾ ഇവരങ്ങ് പ്രഖ്യാപിക്കുകയാണ്. ഇപ്പം മണലൂറ്റ് പ്രഖ്യാപിക്കുക എന്ന് പറയുമ്പോൾ നോക്കൂ, അത് എത്രമാത്രം കേരളം പോലെ സംസ്ഥാനത്ത് ഒരു പഠനവും കൂടാതെ നേരത്തെ തള്ളിക്കളഞ്ഞൊരു പദ്ധതി തന്നെ വീണ്ടും പ്രഖ്യാപിക്കുക എന്നൊക്കെ പറയുമ്പോൾ, പ്രത്യേകിച്ച് പ്രളയം 2 തവണ വന്നുപോയ സ്ഥലത്ത് ജനങ്ങളുടെ ജീവനും ജീവിതത്തിനും ഇവർ ഒരു വിലയും കൊടുക്കുന്നില്ല എന്നുള്ളതല്ലേ മനസ്സിലാവേണ്ടത്. ഒന്നത്. രണ്ട്, ഇവിടെ എസ് കെ സജീഷ് അദ്ദേഹം ഈ സാമൂഹ്യക്ഷേമ പെൻഷൻ കൊടുക്കുന്നതിലെ കേമത്വം പറഞ്ഞു. വാസ്തവത്തിൽ ഈ സാമൂഹ്യക്ഷേമ പെൻഷൻ 58 ലക്ഷം ആളുകൾക്ക് കൊടുക്കുന്നത്, കേരളത്തിലെ 4 കോടി ജനസംഖ്യയിൽ 58 ലക്ഷം പേർക്ക് സാമൂഹ്യക്ഷേമ പെൻഷൻ കൊടുക്കേണ്ടി വരുന്നത്, വാസ്തവത്തിൽ അത്രയും പേർക്ക് ക്ഷേമ പെൻഷൻ കൊടുക്കേണ്ടി വരേണ്ട സാഹചര്യം ഇല്ലാത്തതാണ് ഒരു ഗവൺമെന്റിന്റെ കേമത്വമായി പറയേണ്ടത്. ഇവിടെ കേരളത്തിലെ ജനങ്ങൾ 1600 രൂപ ക്ഷേമ പെൻഷൻ കിട്ടാൻ വേണ്ടി 6 മാസമായി കാത്തിരിക്കുകയും അത് കിട്ടാതെ പിച്ചച്ചട്ടി എടുക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകുന്നത് കേരളത്തിന്റെ ഒരു തെറ്റായ പ്രതിച്ഛായയാണ് പുറത്തേക്ക് കൊണ്ടുവരുന്നത്. ഒന്ന്. രണ്ട്, ഇതുപോലെ വേറെ ഏതെങ്കിലും സംസ്ഥാനം കൊടുക്കുന്നുണ്ടെന്ന് അദ്ദേഹം ചോദിച്ചു. അദ്ദേഹത്തിന്റെ ശ്രദ്ധയിലേക്ക് പറയുകയാണ്. ഇത് ക്ലാരിറ്റി വരുത്തി പോകേണ്ടതുണ്ട്. സാമ്പത്തിക പരാധീനത അനുഭവിക്കുന്നവർക്ക് മാത്രമുള്ളതല്ല ക്ഷേമ പെൻഷൻ എന്ന് പറയുന്നത്. അത് ഭിന്നശേഷിയുള്ളവർക്ക്, വിധവാ പെൻഷൻ ഉള്ളവർക്ക്, അങ്ങനെ സമൂഹം ചേർത്ത് നിൽക്കാൻ ആവശ്യമായ ആളുകൾക്ക് കൂടി ഉള്ളതാണ്. അതുകൊണ്ട് ഈ 68 ലക്ഷം അല്ലെങ്കിൽ 58 ലക്ഷം എന്നിപ്പോൾ അബിൻ വർക്കി പറയുന്നു, അത് മുഴുവനും കേരളത്തിന്റെ സാമ്പത്തിക പരാധീനത ചൂണ്ടിക്കാണിക്കുന്ന ഒരു കണക്കല്ല. മാധു, ഞാൻ അതിലേക്ക് വരാം. ഞാൻ പറഞ്ഞല്ലോ, ഈ ക്ഷേമ പെൻഷൻ കൂടുതൽ പേർക്ക് കൊടുക്കുന്നു എന്നുള്ളത് സംസ്ഥാനത്തിന്റെ കൂടുതൽ കേമത്വമായി ചൂണ്ടിക്കാണിക്കാനില്ല. മറിച്ച് നമുക്കറിയാം, ഇത്തരം വിഭാഗങ്ങളുടെയൊക്കെ കണക്കെന്ന് പറയുന്നത് ഈ പറയുന്ന ലക്ഷങ്ങൾ വരില്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. പക്ഷേ ഞാൻ പറയുന്നു, സജീഷ് പറഞ്ഞൊരു കാര്യം എന്താ, വേറെ ഏതെങ്കിലും സംസ്ഥാനം ഇതുപോലെ കൊടുക്കുന്നുണ്ടോ? ഏറ്റവും കൊടുക്കുന്നത് കേരളമാണത്. പച്ചക്കള്ളമാണ്. BJP ഭരിക്കുന്ന ഹരിയാനയിൽ ഈ 5 ദിവസം മുമ്പാണ് 2750 രൂപ ഉണ്ടായിരുന്ന സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ മുഴുവൻ 3000 വർദ്ധിപ്പിച്ചത്. കേരളത്തിലേതുപോലെ 1600 അല്ല. അവിടെ 6 മാസമോ 8 മാസമോ ആയിട്ട് ആളുകൾ കുടിശ്ശികയായിട്ട് കാത്തിരിക്കുന്നില്ല. അവിടെ 3000 രൂപയാണ് കൊടുക്കുന്നത്. കേരളത്തിന്റെ ഇരട്ടിയാണ് കൊടുക്കുന്നത് BJP ഭരിക്കുന്ന ഹരിയാനയിൽ. ഏകദേശം കേരളവുമായി സമാനമായിട്ടുള്ള സാമ്പത്തികവും അല്ലെങ്കിൽ ജനസംഖ്യാപരവുമായിട്ടൊക്കെ ഏകദേശം സമാനതകളുടെ സംസ്ഥാനമാണ്. അതുകൊണ്ട് സജീഷ് ഈ മാധ്യമങ്ങളിലൂടെ വന്നിട്ട് CPM സ്ഥിരമായി പറയുന്ന ഈ കള്ളം ഇവിടെ ആവർത്തിക്കരുത്. BJP ഭരിക്കുന്ന സംസ്ഥാനം തന്നെ ഇതിൽ കൂടുതൽ കൊടുക്കുന്നുണ്ട്. മറ്റു പല സംസ്ഥാനങ്ങളും ഈ സമാനമായിട്ടുള്ള രീതിയിൽ പണം കൊടുക്കുന്നവരുണ്ട് എന്നുള്ളതാണ് വസ്തുത. ഇനി അതവിടെ നിൽക്കട്ടെ. ഇവിടെ ഞാൻ നേരത്തെ ഒരു വിഷയം സംസാരിച്ചിരുന്നു കഴിഞ്ഞ എൻ്റെ ടേമിൽ. കേരളത്തിന്റെ പ്രശ്നം എന്താ? ഈ ഇത്തരം കാര്യങ്ങളിലല്ല നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. കേരളം മുന്നോട്ട് പോകണമെങ്കിൽ, കേരളം സാമ്പത്തികമായി വികസിക്കണമെങ്കിൽ ഇവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇവിടുത്തെ ടാക്സ് ബേസ് വർദ്ധിക്കണം, നികുതി ബേസ് വർദ്ധിക്കണം. അതിനെന്ത് ചെയ്യണം? മാനുഫാക്ചറിംഗ് സെക്ടറിൽ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടാവണം, കൂടുതൽ വ്യവസായങ്ങൾ വരണം. അങ്ങനെ വ്യവസായങ്ങൾ ഇവിടെ ഉൽപ്പാദനം തുടങ്ങണം. ഉൽപ്പാദനം തുടങ്ങുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഉൽപ്പാദക സംസ്ഥാനമായ കേരളത്തിലേക്ക് കൂടുതൽ നികുതി വരുമാനം ഉണ്ടാകും. അതിനനുസരിച്ചുള്ള പോളിസികൾ ഉണ്ടാവണം. ഇവിടെ ആ പോളിസികളില്ല. അതാണ് പ്രശ്നം എന്ന് പറയുന്നത്. കേരളം ഇപ്പോൾ ഈ സൂര്യോദയമാണ്, അതല്ലെങ്കിൽ കേരളത്തിൽ ഇതാ ഇൻവെസ്റ്റേഴ്സിന് നല്ല കാലമാണെന്ന് പറയുമ്പോൾ, ഈ കഴിഞ്ഞ കോവിഡാനന്തര കാലത്ത് നമ്മുടെ രാജ്യത്തേക്ക് വന്ന FDI-യിൽ എത്ര രൂപ കേരളത്തിലേക്ക് വന്നു എന്ന് പറയാൻ തയ്യാറുണ്ടോ? ഒരുപാട് പേരെ നിക്ഷേപം ആകർഷിക്കാൻ വേണ്ടി കേരളത്തിലെ മുഖ്യമന്ത്രി പല രാജ്യങ്ങളിലൂടെയും പോകുന്നുണ്ടല്ലോ. ഈ മുഖ്യമന്ത്രി പോയ രാജ്യങ്ങളിൽ നിന്ന് കേരളത്തിലേക്ക് വന്ന നിക്ഷേപത്തിന്റെ കണക്കൊന്ന് പറയാമോ? ഇവിടുത്തെ മലയാളികളായിട്ടുള്ള വിദേശ മലയാളികൾ ഒഴികെ കേരളത്തിലേക്ക് വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ഏതെങ്കിലും ഒരു ഇൻവെസ്റ്റ്മെന്റിനെ കുറിച്ച് നിങ്ങൾക്ക് പറയാൻ സാധിക്കുമോ? അന്താരാഷ്ട്ര നിലവാരത്തിൽ നമുക്ക് ഉയർത്തി കാണിക്കാൻ കഴിയുന്ന, തൊട്ടപ്പുറത്ത് തമിഴ്നാട് നോക്കുന്നു, നിങ്ങൾ ആപ്പിൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുകയാണ്, ബാംഗ്ലൂരിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു, നോയിഡയിൽ, ഉത്തർപ്രദേശിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു. നിങ്ങൾ എല്ലാവരും കളിയാക്കുന്ന ഉത്തർപ്രദേശിലാണ് FDI കോവിഡാനന്തര കാലത്ത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ FDI വന്നിട്ടുള്ളത് UP-യിലാണ്. അപ്പൊ ആ രീതിയിൽ നമ്മുടെ രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങൾ ഒരു മത്സര സ്വഭാവത്തോടു കൂടി വിദേശ നിക്ഷേപകരെ ആകർഷിക്കുന്ന സമയത്ത് കേരളത്തിൽ നടക്കുന്ന എന്താ? കേരളത്തിന് അതിനനുസരിച്ച് സാഹചര്യം ഉണ്ടാവുന്നുണ്ടോ? ഇവിടെ ഈ വാചക കസർത്തും ഈ നേരത്തെ ഉണ്ടായിരുന്ന നെടുങ്കൻ പ്രസംഗങ്ങളും പിന്നെ ആശാന്റെ കവിതയും ഒക്കെ ചൊല്ലിക്കൊണ്ടുള്ള ബജറ്റ് പ്രസംഗങ്ങൾക്കും അപ്പുറം ക്രിയാത്മകമായിട്ട് നിങ്ങൾ എന്ത് ചെയ്തു? നിങ്ങൾ ഒരു ചുക്കും ചെയ്തിട്ടില്ല. കേരളത്തിൽ വ്യാവസായിക സൗഹൃദ അന്തരീക്ഷം ഉണ്ടാക്കാനുള്ള ഒരു പോളിസി നിങ്ങൾ സ്വീകരിച്ചിട്ടില്ല. ഇൻവെസ്റ്റ്മെന്റ് അടക്കമുള്ള കാര്യങ്ങളൊക്കെ മുന്നോട്ട് വെക്കുന്നുണ്ട് ധനമന്ത്രി. അതുമായി ബന്ധപ്പെട്ട ഒരു കാഴ്ചപ്പാട് എന്താണ് എന്ന് അങ്ങ് വിശദീകരിച്ചു തരണം ഇടവേളയ്ക്ക് ശേഷം. തിരികെ സ്വാഗതം ചർച്ചയിലേക്ക്. ശ്രീ SK സജീഷ്, പ്രതിപക്ഷവും BJPയും ഒക്കെ ഉന്നയിക്കുന്ന ഒരു വലിയ ആരോപണം എന്ന് പറയുന്നത് വിഭവ സമാഹരണത്തിന് വഴിയില്ലാത്തൊരു ബജറ്റ് കാഴ്ചപ്പാട് എങ്ങനെയാണ് വരുമാന വർധനവ് ഉണ്ടാക്കുക, ഇനി ഭാവി വരുമാനത്തിന് കരുതലില്ലാത്തൊരു ബജറ്റ് എങ്ങനെയാണ് മുന്നോട്ട് നയിക്കുക തുടങ്ങിയ വിമർശനങ്ങളാണ്.
1000 കോടിയാണ് പരമാവധി നമുക്ക് സമാഹരിക്കാൻ കഴിയുന്നത്. ഇപ്പോൾ വലിയ ഇൻവെസ്റ്റ്മെന്റ് പദ്ധതിയായി മുന്നോട്ട് വെക്കുന്നത് വിഴിഞ്ഞമാണ്. വിഴിഞ്ഞത്തിന് നിങ്ങൾ വലിയ തോതിൽ പല്ലും നഖവും ഉപയോഗിച്ച് ചെറുത്തതാണ് 6000 കോടിയുടെ അഴിമതി എന്ന് പ്രഖ്യാപിച്ചതല്ലേ എന്ന് അബിൻ വർക്കി ചർച്ചയുടെ തുടക്കത്തിൽ പറയുന്നു. അങ്ങനെ മെട്രോ വരുമെന്ന് പറയുന്നു, കോഴിക്കോടും തിരുവനന്തപുരത്തും. അതിന് വകയിരുത്തിയിട്ടുണ്ടോ? പണം ഇല്ല. അപ്പോൾ എവിടെ നിന്നാണ് ഈ പദ്ധതികളൊക്കെ കൊണ്ടുവരുന്നത്? മലർപ്പൊടിക്കാരന്റെ സ്വപ്നം എന്ന വിമർശനം അങ്ങ് കേട്ടുവല്ലോ. മാധു, ചെറിയൊരു സമയം തരണം. കാരണം രണ്ടുപേരും കുറേയേറെ കാര്യങ്ങളാണ് സംസാരിച്ചത്. ഞാൻ വിശദമായിട്ടൊന്നും പോകുന്നില്ല. ഒന്ന്, കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് അധികാരത്തിൽ വന്നത് മുതൽ പറയാവുന്ന കാര്യങ്ങൾ എല്ലാം ചെയ്തു തീർക്കുക, ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ പറയുകയും പറയുന്ന കാര്യങ്ങൾ ചെയ്തു തീർക്കുകയും എന്നുള്ള നിലപാട് തന്നെയാണ് സ്വീകരിച്ചിട്ടുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഓരോ കാര്യത്തിലും വ്യക്തമായ കാഴ്ചപ്പാടോടുകൂടി തന്നെയാണ് അതെങ്ങനെ നിർവഹിക്കണം എന്ന ഉത്തരവാദിത്വവും കാഴ്ചപ്പാടോടും കൂടി തന്നെയാണ് മുന്നോട്ട് പോയിട്ടുള്ളത്. ഇവിടെ ഇവർ പല കാര്യങ്ങൾ പറഞ്ഞു. ഞാൻ അവരൂന്നിയ ഒരു കാര്യം ക്ഷേമ പെൻഷൻ ആയതുകൊണ്ട് ഒന്നതിൽ പറയാം. ഇപ്പോൾ BJPയുടെ പ്രതിനിധി പറയുകയാണ് കേരളത്തെക്കാൾ കൂടുതൽ ക്ഷേമ പെൻഷൻ കൊടുക്കുന്നുണ്ട് ഹരിയാനയിൽ നിന്ന്. എത്ര കോടി രൂപയാണ് അതിനുവേണ്ടി മാറ്റിവെക്കുന്നത് എന്നുകൂടി അദ്ദേഹം അന്വേഷിച്ചിട്ടൊന്ന് പറഞ്ഞാൽ മതി. കേരളത്തിലെ കാര്യം പരിശോധിച്ച് നോക്കൂ. കഴിഞ്ഞ ഒന്നാം LDF സർക്കാരിൻ്റെ കാലത്ത്, ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് 35,000 കോടി രൂപയോളം ക്ഷേമ പെൻഷന് വേണ്ടി ചെലവഴിച്ചിട്ടുണ്ട്. ഈ 2.5 വർഷം പരിശോധിച്ചാൽ 24,000 കോടി രൂപയോളം ചെലവഴിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ അടുത്ത 5 വർഷമാകുമ്പോൾ ഇതേ നിലയിലായാൽ തന്നെ 50,000 കോടിയോളം രൂപ ക്ഷേമ പെൻഷന് വേണ്ടി ചെലവഴിക്കും. ഒരു 5 വർഷ കാലയളവിൽ ഇത്ര ചെലവഴിക്കുന്ന ഏതെങ്കിലും ഒരു സംസ്ഥാനം പറയട്ടെ. ഈ പറഞ്ഞ കേരളത്തോട് സമാനമാണ് ഹരിയാന എന്നാണല്ലോ പറഞ്ഞത്. കേരളത്തിനേക്കാൾ വലുതും ചെറുതും ഏതെങ്കിലും ആ ഒരു സംസ്ഥാനത്തെക്കുറിച്ച് പറയും. 1980-ലാണ് 45 രൂപയിൽ ക്ഷേമ പെൻഷൻ ആരംഭിക്കുന്നത് നായനാരുടെ കാലത്ത്. പിന്നീട് അത് 600 രൂപയാകാൻ വേണ്ടി എടുത്തത് എത്ര വർഷമാണ്? 2016 വരെയാണ്. എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 35 വർഷത്തിലധികം, 3.5 പതിറ്റാണ്ട് കൊണ്ടാണ് 45 രൂപ 600 ആയതെങ്കിൽ അവിടുന്ന് ഒറ്റയടിക്ക് 1600 രൂപയായി വർദ്ധിച്ചിട്ടുണ്ട്. അത് ഇവരാരും പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലല്ല, അത് കൂടുതൽ വർദ്ധിപ്പിക്കണം എന്ന് ആഗ്രഹിക്കുകയും അത് കൊടുക്കാൻ വേണ്ടി ഇവരെങ്ങനെ മുടക്കിയാലും പെൻഷൻ കമ്പനി ഉൾപ്പെടെ രൂപീകരിച്ച് കൃത്യമായി കൊടുക്കാനുള്ള സംവിധാനം ഒരുക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനൊക്കെ ഇടങ്കോൽ വെച്ച് ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള പരിശ്രമമാണ് ഇവരെല്ലാവരും കൂടി നടത്തിയത് എന്ന് കാണേണ്ടതുണ്ട്. UDFൻ്റെ കാലത്തെ കുടിശ്ശികയോടെ കുറിച്ചൊന്നും ഞാനിപ്പോൾ അബിൻ വർക്കിയായിട്ട് തർക്കിക്കാനില്ല. നിയമസഭാ രേഖകളുണ്ട്. മാത്രമല്ല പ്രിയപ്പെട്ട സുഹൃത്തെ, ഒന്നാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ ആളുകൾ ഇങ്ങനെ അന്ന് 2000 നോട്ടൊക്കെ ഉണ്ട്, നോട്ട് കെട്ടുകൾ ഇങ്ങനെ പിടിച്ചു നിൽക്കുന്ന മറക്കാൻ വേണ്ടി കഴിയില്ല. അഭിനയ 18 മാസം മുടങ്ങി എന്നുള്ള നിയമസഭാ രേഖ ഞാൻ താങ്കളുടെ മുമ്പിൽ ക്ഷമ പറയാം. ഞാൻ ക്ഷമ പറയാൻ തയ്യാറാണ്. 18 മാസം UDF കാലത്ത് പെൻഷൻ മുടങ്ങി എന്നുള്ള നിയമസഭാ രേഖ ഇങ്ങനെ ഒരു കാര്യം താങ്കൾ ഇത് പറയുന്ന സമയത്ത് താങ്കളുടെ അവസരത്ത് പറയൂ. അഭിനയ ഒരു മര്യാദ കാണിക്കൂ. ഇത് സാധാരണ ഇതൊരു ബജറ്റ് ചർച്ചയല്ലേ. ഞാൻ പറയട്ടെ, എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം ഓരോന്നിനായിട്ട് മറുപടി പറയും. ഇവർ പറഞ്ഞു വെച്ച ഒരുപാട് കള്ളക്കഥകളും കെട്ടിവെച്ച നുണക്കോട്ടകളും ഉണ്ട്. ആ കാര്യങ്ങൾ പറയണം. അതിൻ്റെ ഇടയിൽ ഞാൻ പലതും പറഞ്ഞാൽ ഇച്ചിരി പൊള്ളുമെന്നുള്ളതുകൊണ്ടാണല്ലോ അതിൻ്റെ ഇടയിൽ പോയി പറയുന്നത്. കൃത്യമായി കിട്ടിയ ജനങ്ങളുണ്ട്, അവരോട് പരിശോധിച്ചാൽ അറിയാം. നാട്ടിൽ തൊട്ടടുത്തുള്ള വീട്ടുകാരോട് പോയി ചോദിച്ചാൽ മതി. പെൻഷൻ വാങ്ങുന്ന ആളുകളോട് പറയട്ടെ. അഭിനയ ഈ രീതി ശരിയല്ല. അഭിനയ ഒറ്റ അക്ഷരം അഭിനയ ചർച്ചയിൽ ഉന്നയിക്കില്ല. എനിക്കും നല്ല ശബ്ദമുണ്ട്. ഈ സാധാരണ ചർച്ച പോലെ എന്തിനാണ് ഇതൊരു ഞാൻ പറയുന്നതിലെ വസ്തുതാപരമായ കാര്യങ്ങളിൽ പിശകുണ്ടെങ്കിൽ താങ്കൾ ഉന്നയിച്ചുകൊള്ളൂ. അങ്ങ് ചോദിച്ച കാര്യം ശ്രീ SK സജീഷ് കേട്ടു. നമുക്ക് ഞാൻ പറയട്ടെ, ഇതെന്ത് മര്യാദയാണ് മാധു? സാധാരണ പോലെ ഇങ്ങനെ ബഹളം വേണോ ഈ ചർച്ചയിൽ? വേണ്ടല്ലോ. അബിന്റെ അവസരത്തിൽ അവൻ ആവോളം പറഞ്ഞോളൂ. അത് കേരളത്തിലെ ജനങ്ങൾക്ക് എത്രമാത്രം ബോധ്യപ്പെടുന്നുള്ള കാര്യത്തിൽ എനിക്ക് ഒരു തർക്കത്തിന്റെ പ്രശ്നം ഉദിക്കുന്നില്ല. അതിൻ്റെ ഇടയിൽ കയറി കുഴപ്പമുണ്ടാക്കാതിരുന്നാൽ മതി. സാധാരണ നമ്മൾ 1 മണിക്കൂർ ഇടവേളയുള്ള ചർച്ചയുടെ അവസാന ഘട്ടം പോലെ ആക്കേണ്ട കാര്യം ഈ ചർച്ചയിൽ ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു കാര്യം നാട്ടുകാരോട് ചോദിച്ചാൽ അറിയാം. അന്ന് 600 രൂപ പെൻഷൻ, ആ 600 രൂപ പെൻഷൻ 10 മാസം എന്ന് പറഞ്ഞാൽ 6000 രൂപ ഉണ്ടാവും. 20 മാസം എന്ന് പറഞ്ഞാൽ 12,000 രൂപ ഉണ്ടാവും. അതും ആ ഗവൺമെൻറ് വന്നപ്പോഴുള്ള പൈസയുമായിട്ട് 12,000 മുതൽ
15,000 വരെ രൂപ കിട്ടിയ ആളുകളുടെ മുന്നിലിരുന്നാണ് ഇത് ചർച്ച ചെയ്യുന്നത്. അന്ന് കേരളത്തിലെ ഒരു പ്രതിപക്ഷ നേതാവും ഇതാണ് ഞങ്ങളുടെ ഭരണത്തിലെ ഏറ്റവും വലിയ സന്തോഷമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ മാധ്യമ അഭിമുഖത്തിൽ ഉൾപ്പെടെ പറഞ്ഞപ്പോൾ ഏതെങ്കിലും ഒരു പ്രതിപക്ഷ നേതാവോ അന്ന് ജീവിച്ചിരുന്ന ശ്രീ ഉമ്മൻചാണ്ടിയോ പറഞ്ഞിട്ടില്ല, അയ്യോ ഞങ്ങളിത് കൊടുത്തിട്ടുണ്ട് വെറുതെ പറയരുതെന്നൊന്നും പറഞ്ഞിട്ടില്ല. ഇപ്പൊ കാലം അങ്ങ് കഴിഞ്ഞു പോയി എന്നുള്ളത് കൊണ്ട് നുണയുടെ കെട്ടുമായിട്ട് ഇപ്പൊ വന്നിരിക്കുകയാണ്. ആളുകളുടെ ഓർമ്മക്കുറവിനെ വെച്ച് പരീക്ഷിക്കാൻ വേണ്ടി വരികയാണ്. അതൊന്നും ഞാനതിൽ കടക്കുന്നില്ല. പിന്നെ നിങ്ങൾ ഇങ്ങനെ കൊടുത്തതാണെങ്കിൽ നിങ്ങൾ ആകെ കൊടുത്തത് എത്രയാ? 5 വർഷം കൊണ്ട് 9,100 കോടി രൂപയല്ലേ കൊടുത്തത്? 9,100 രൂപ 5 വർഷം കൊണ്ട് കൊടുത്തവർ കണക്ക് പറയുകയാണ്. ഞങ്ങൾ 5 വർഷം കൊണ്ട് കൊടുത്തത് 35,000 കോടിയാണ്. ഞങ്ങൾ ഈ 2.5 വർഷം കൊണ്ട് കൊടുത്ത 24,000 ചില്ലാണ് കോടിയാണ്. ഞങ്ങൾ 10 വർഷമാകുമ്പോൾ കൊടുക്കുന്ന 5 വർഷം ഇപ്പോൾ പൂർത്തീകരിക്കുമ്പോൾ 50,000 കോടി കൊടുക്കും. 50,000 കോടിയും വെച്ചിട്ട് 9,000 കോടിയാണോ താരതമ്യം ചെയ്യാൻ വേണ്ടി വരുന്നത്? ആളുകൾക്ക് എന്താ കണക്കറിയില്ലേ? എന്തൊക്കെയാണ് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? എന്നാൽ കോൺഗ്രസ് ഭരിക്കുന്ന മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ എത്രയാണ് കൊടുക്കുന്നത്? അതിന്റെ കണക്കൂടിയും പറയും അബിൻ വർക്കി. അപ്പുറത്ത് കർണാടകത്തിൽ എത്ര കൊടുക്കുന്നുണ്ട്? രാജസ്ഥാനിൽ എത്രയുണ്ട്? ഞാൻ പറഞ്ഞല്ലോ, ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് ഇവർ രണ്ടുപേരും പറയട്ടെ, എവിടെയില്ല. പിന്നെ ആളെ പറ്റിക്കാൻ വേണ്ടി കുറേ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതിൽ സമയം കളയാനൊന്നും ഞാൻ ഏതായാലും ഇല്ല, ജനങ്ങൾക്ക് ബോധ്യമാണ്. പിന്നെ മണലൂറ്റി കൊള്ള എന്നൊക്കെ ശ്രീ സന്ദീപ് വാര്യരൊക്കെ അങ്ങ് വിശേഷിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ട സുഹൃത്തെ, എക്കലടിഞ്ഞിട്ട് ഈ നദികൾ അകത്ത് ഇങ്ങനെ മണ്ണ് എക്കൽ വന്ന് നിറഞ്ഞിട്ട് വെള്ളം സംഭരിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് മാറുമ്പോഴാണ് വെള്ളപ്പൊക്കവും പ്രശ്നവും വരുന്നത്. നദികളിൽ നിന്ന് മണൽ ആവശ്യത്തിന് എടുക്കണം. അത് ശാസ്ത്രീയമായി തന്നെ എടുക്കാൻ വേണ്ടി കഴിയും. അതിലൊന്നും ഒരു തർക്കവും ഇല്ല. അതിന്റെ അടിസ്ഥാനത്തിലാണ് മണൽ എടുക്കാത്തതിന്റെ പ്രതിസന്ധി ഇപ്പൊ നിലനിൽക്കുന്നുണ്ട്. അത് ശാസ്ത്രീയമായി തന്നെ മണൽ എടുക്കണം എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനെ ഉൾപ്പെടെ അല്ല നിങ്ങൾക്ക് പറയട്ടെ മാധു, അതിന്റെ ഇടയിൽ തർക്കവും ബഹളവുമായിട്ട് പറയട്ടെ, പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ പറയേണ്ടതുണ്ട്. കൃത്യമായി നോക്കിയാണ് ഒരു ബജറ്റ് ചർച്ച ആയതുകൊണ്ട് അനുവദിക്കുന്ന ശ്രീ എസ് കെ സജീഷ്. അല്ല, താല്പര്യം അജണ്ടയൊന്നും ഇല്ല, എല്ലാവർക്കും ഒരുപോലെ ഒരു ഇടവേള ആവശ്യമായതുകൊണ്ടാണ് ഇടപെടുന്നത്. അടുത്ത സാമ്പത്തിക വർഷത്തിലേക്കുള്ള കേരളത്തിന്റെ ബജറ്റ് ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ നിയമസഭയിൽ അവതരിപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. വലിയ തോതിൽ പ്രതിപക്ഷം വിമർശനം ഉന്നയിക്കുന്നുണ്ട്. പക്ഷേ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽക്കുള്ളിൽ നിന്നുകൊണ്ട് മുന്നോട്ട് വെക്കാൻ കഴിയുന്ന യാഥാർത്ഥ്യ ബോധത്തിൽ ഊന്നിക്കൊണ്ടുള്ള വരവറിഞ്ഞുള്ള ചിലവുകളുടെ കണക്കാണ് മുന്നോട്ട് വെക്കുന്നത് എന്നുള്ളതാണ് സർക്കാർ നൽകുന്ന വിശദീകരണം എന്ന് പറയുന്നത്. എന്തായാലും അടിസ്ഥാന സൗകര്യ വികസന മേഖലയിൽ ഏതാണ്ട് 35,000 കോടിയുടെ നിക്ഷേപം എന്നുള്ളതാണ്. ആരോഗ്യം, വിദ്യാഭ്യാസം അടക്കമുള്ള മേഖലകളിൽ പ്രൈവറ്റ് നിക്ഷേപം അടക്കമുള്ള കാര്യങ്ങൾ ക്ഷണിച്ചുകൊണ്ടുള്ള വളരെ ചരിത്രപരമായി ഇതുവരെ മുന്നോട്ട് പോയിരിക്കുന്ന നയത്തിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സമീപനം സ്വീകരിക്കുന്ന ഒരു ബജറ്റ് എന്ന് ഒരുപക്ഷെ ഈ ബജറ്റിനെ നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയും. കിഫ്ബിയുമായി ബന്ധപ്പെട്ട വലിയ പ്രഖ്യാപനങ്ങളില്ല എന്നത് പ്രധാനമാണ്. ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട് വർധനയില്ല, പക്ഷേ അതുമായി ബന്ധപ്പെട്ട ഇന്ധന സെസ് തുടരുകയും ചെയ്യും.